ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലാണ്. അപ്പൊ വീട് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ വിക്രം ചൂടാണ് കേട്ടോ. അതെ, ഇപ്പൊ മനസ്സിലായല്ലോ, എന്റെ സ്വഭാവമൊക്കെ നിനക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. എല്ലാവരും പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടില്ലേ? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ഇനി ഇവിടെ നിന്നാൽ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വേഗം ചൂടായി. മിണ്ടരുത്, ഇനി മിണ്ടിപ്പോരുത്, ഇറങ്ങി പോവാനല്ലേടാ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ച് ചൂടായി. അപ്പൊ മാഷ് ചൂടാന്ന് കണ്ടിട്ട് വേഗം തന്നെ വിക്രം അവിടുന്ന് ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോഴത്തേനും വേദയോട് പറയാണ്, അതെ, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടുന്ന് പോയിരിക്കണം, ഇല്ലെങ്കിൽ ഇനി എന്നെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല എന്നൂടെ ഇവൻ പറഞ്ഞു. അതിനുശേഷമാണ് ഇവൻ നേരെ പുറത്തേക്ക് പോണത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രാധയുടെ മനസ്സിലാണെങ്കിൽ ഉണ്ടായ സങ്കടമാണോ സന്തോഷമാണോ? സങ്കടം എന്ന് പറഞ്ഞറിയിക്കണ്ട, അത്രയ്ക്ക് ഫീലിങ്സ് ആണ് കേട്ടോ. അപ്പൊ താൻ തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്ന് വയ്യാവേലി ആയി പോയല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പൊ രാധ വണ്ടി ഓടിച്ച് കരഞ്ഞുകൊണ്ട് ആളങ്ങ് പോവാണ് കേട്ടോ. ഭയങ്കര സങ്കടമായി. വിക്രത്തിനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ രാധയ്ക്ക്. പക്ഷേങ്കില് നമ്മുടെ വേദ ഇനി രാധയ്ക്കൊരു ഇതായി മാറുവാണ് കേട്ടോ. അപ്പൊ പിന്നെ കാണുന്നത് മാഷിനെയാണ്. അപ്പൊ മാഷ് വീണ്ടും രാധയോട് നമ്മുടെ വേദയോട് പറയാണ്, കുട്ടിക്ക് ഞങ്ങൾ ഇനി വീണ്ടും പറയാം, മോക്ക് പോവാൻ മടിയാണ്, ഞങ്ങൾ കൊണ്ടാക്കാം. മോള് അതൊരു കാര്യം ചെയ്യാം, അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് മോള് പൊയ്ക്കോ എന്ന് അമ്മയും പറഞ്ഞു. ശരി, ഉമാമഹേശ്വര നടയിൽ വെച്ച് അത് ശരിക്കും ഞാൻ അന്ന് കഴുത്തിലണിഞ്ഞ ഈ താലി ഞാനായിട്ട് പൊട്ടിക്കില്ല, ഇതാ അമ്മ തന്നെ പൊട്ടിക്ക എന്ന് പറഞ്ഞു അത് നമ്മുടെ കമലയോട്. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. പൊട്ടിച്ചോളൂ, അമ്മ പൊട്ടിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി വിവരമില്ലാത്ത മകൻ നിങ്ങളുടെ തെരുവ് ഗുണ്ട വെറുതെ കെട്ടിച്ചതല്ലേ, അതുകൊണ്ട് അച്ഛനും വേണമെങ്കിൽ പൊട്ടിച്ചു കളയാലോ, ദേ അച്ഛാ ഇത് പൊട്ടിക്ക് എന്ന് പറഞ്ഞ് അച്ഛനെയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കഴുത്തിൽ കിടക്കുന്ന താലി അറുത്തു മാറ്റുന്നത് ശരിയല്ലെന്ന് നിങ്ങൾക്കും അറിയാം, അതല്ലേ? ഇതൊക്കെ കഴുത്തിൽ ചാർത്തിയത് നിങ്ങളുടെ മകനാണെങ്കിൽ അത് അയാളുടെ കുടുംബമാണ്, എന്റെയും കുടുംബം. അത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. ഇനി ഞാൻ ഇവിടെയാണ് കഴിയാൻ പോകുന്നതും എന്ന് പറഞ്ഞു. തീരുമാനിക്കുന്നത് നീയല്ല, ഈ ഞാനാ എന്ന് പറഞ്ഞു മാഷ്. അപ്പൊ പിന്നെ ഈ കാരണം കൊണ്ട് ഈ വീട്ടിൽ നിനക്കൊരിടം ഉണ്ടാവും എന്ന് നീ ഒരിക്കലും കരുതണ്ട എന്ന് പറഞ്ഞു വേദയോട്. അപ്പൊ വേദ ഒന്നും മിണ്ടിയില്ല. കഴുത്തിലെ താലി പൊട്ടിച്ചെറിയോ കൊണ്ട് നടക്കുവോ എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ ഈ വീട്ടിൽ ഇതും പറഞ്ഞ് ഇനി കയറി പോവരുത് എന്ന് പറഞ്ഞു. കമല വാ അകത്തേക്ക് എന്ന് പറഞ്ഞ കമലയും മക്കളും മരുമക്കളും എല്ലാവരും അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പൊ കമലയ്ക്ക് മനസ്സോടെ മോളെ കണ്ടപ്പോ തന്നെ കമലയുടെ മനസ്സൊക്കെ അലിഞ്ഞു കേട്ടോ. ആൾക്ക് ഭയങ്കര സങ്കടമായി. എങ്കിലും നോക്കി നിൽക്കുമ്പോഴത്തേനും അമ്മേ വാമ്മേ, ഇനി ഇവിടെ നിന്നാലാ ആകെ പ്രശ്നമാവും, അച്ഛന് പ്രശ്നമാവും, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ അതിലൊരു പെങ്ങള് അല്ലെങ്കിൽ ചേട്ടന്റെ ഭാര്യ വേഗം തന്നെ ഇവളെ വലിച്ചിറക്കി മിറ്റത്തിറക്കി നിർത്തുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വിനയനും ഒക്കെ ഉണ്ട്. കാഴ്ചയുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു അയൽവകക്കാരോട്. ഇനി പൊന്നു കൊച്ചെ, ഞങ്ങളെ നാണം കെടാനും ഇനി നാണം കെടുത്താതെയും ഒന്ന് പോയി തായന്റെ കൊച്ചെ എന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ കുറെ ആൾക്കാർ കൂടി ഇരുന്നിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് അപ്പൊ അവരും അങ്ങ് പോയി. എന്നിട്ട് ഇവരെല്ലാവരും വീട്ടിലേക്ക് കയറി. എന്നിട്ട് വാതിൽ അങ്ങ് അടച്ചുട്ടോ. വേദ മാത്രം പുറത്ത്. പാവം, ആ നിപ്പ് കണ്ടാൽ ശരിക്കും സഹതാപം തോന്നൂട്ടോ. അതുപോലെയാണ് ആളുടെ നിപ്പ്. ശരിക്കും എന്താ പറയാ, പെരുവഴിയായി എന്ന് പറയുന്നതായിരിക്കും ശരി. വേദയുടെ ഒരു തീരുമാനം കൊണ്ട് വേദ ആകെ നിസ്സഹായായിട്ട് ആ വീടിന്റെ പടിക്കല് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവരെല്ലാം കയറിപ്പോയി. എങ്കിലും കമല ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കമലയുടെ നമ്മുടെ വേദയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് ഉണ്ട്. അപ്പൊ ശ്രീകാന്ത് ഇങ്ങനെ അച്ഛനോട് സംസാരിക്കുകയാണ്. അതെ, ഇനി എന്ത് പരിഹാരം? ആ തെമ്മാടിയെ എന്റെ മരുമകനായിട്ട് വിളിച്ച് കയറ്റുന്നതാണോ പരിഹാരം? എന്റെ ജീവന്റെ ഇടിപ്പ് എന്റെ ഹൃദയത്തിലുള്ളത്രയും കാലം നടക്കില്ല, മരിച്ചാലും അത് നടക്കരുത് എന്ന് ശ്രീകാന്തിനോട് പറയണം. അതിന് എന്റെ മക്കള് സമ്മതിക്കരുത് കേട്ടോ ശ്രീകാന്തെ എന്ന് ശ്രീകാന്തിനെ പറഞ്ഞേൽപ്പിക്കുക. എന്നാലും ഈ വേദയ്ക്ക് എന്തിന്റെ കേടായിരുന്നു? എന്നാലും ഇത്രയൊക്കെ അപമാനിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ അവൾ എന്തിനാ ഇത് എന്ന് ചോദിച്ചു. പക്ഷേ അപവാദം പറയരുത് എന്ന് പറഞ്ഞു. കുടുംബത്തെ അപമാനിക്കാനല്ല അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, അതാദ്യം നീ മനസ്സിലാക്ക്. അവളുടെ വിധി ഇതാണെന്ന് അവൾ വിശ്വസിച്ചത് കൊണ്ടാ എന്ന് മുത്തശ്ശി ഇങ്ങനെ സപ്പോർട്ട് പറയാണ്. അന്ധവിശ്വാസത്തിൽ എത്തിച്ചത് മുത്തശ്ശി കൂടിയാ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തി കേട്ടോ. അപ്പൊ ശ്രീകാന്തിന്റെ ഭാര്യയാണ് വർഷ. അപ്പൊ ശരിയാ,
അവള് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവള് വിശ്വസിച്ച് പോയത് കൊണ്ടല്ലേ ഇത്രയും കാലം ഒരു കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് വേദയുടെ അമ്മ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അവളെ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുമല്ലേ വേണ്ടത്. അതുകൊണ്ട് എന്ത് ഗുണം? ഏതോ ഒരു റൗഡി കെട്ടിയ താൽക്ക് വേണ്ടിയിട്ട് വീടിനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച പേര് മാറി കിട്ടുവോ? പറ, നീ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അല്ല, ഇനി അവിടെയുള്ള കാലം മുഴുവൻ ജീവിക്കുകയാണെങ്കിലും മരണം വരെ ജസ്റ്റിസ് ശങ്കരനാരായണന്റെ പേര് അല്ലെങ്കിൽ മകൾ എന്ന പേര് ഇല്ലാതാകുവോ? പറ. ഇപ്പോഴും ദർശൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു വിളിച്ച് ഈ കല്യാണം നടത്തിയാല് ഇതുവരെ ഉണ്ടായതെല്ലാം അങ്ങ് മാഞ്ഞു പോവില്ലേ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അതിനിപ്പോ ഞാനാണോ വിചാരിക്കേണ്ടത് എന്ന് ചോദിച്ചു ശങ്കരനാരായണൻ. അപ്പൊ അച്ഛന് ദേഷ്യം. അല്ല, ഞാൻ വിചാരിച്ചോളാം എന്ന് പറഞ്ഞു അമ്മ വേഗം. അപ്പം അമ്മയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചെന്ന് വിളിച്ചോളാം. ഞാൻ വിളിച്ചാല് അവള് തിരിച്ചു വരും ഉറപ്പായിട്ട്. നിങ്ങളൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി എന്ന് കെഞ്ചി ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ അവസാനം അവളെ തിരുത്താൻ ഒരവസരം കൂടി എനിക്ക് തന്നൂടെ എന്ന് ശങ്കരനാരായണനോട് ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ അവസാനം മനസ്സോടെ ആണെങ്കിലും മോള് തിരിച്ചു വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ള മട്ടില് അദ്ദേഹം സമ്മതം മൂളി ഇങ്ങനെ തലയാട്ടി കേട്ടോ. ഇത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മുടെ മുത്തശ്ശിക്കാണ് ഏറ്റവും അധികം സന്തോഷം. വേദമോളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു മുത്തശ്ശിക്ക്. അപ്പൊ മുത്തശ്ശിയാണ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കാണ്. എന്റെ ഈശ്വര, എങ്ങനെയെങ്കിലും മുട്ടിയുടെ മനസ്സ് മാറിയാൽ മതി എന്നോർത്ത്. പിന്നെ കാണുന്നത് വിക്രത്തെയാ. വിക്രവും അതുപോലെ തന്നെ രാജേട്ടനുണ്ട്, പിന്നെ അനിയൻകുട്ടനുണ്ട്, ജോസ് ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെ വർക്ക്ഷോപ്പിലാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ നമ്മുടെ രാജേട്ടന്റെ ഫോണിലേക്ക് കോള് വന്നു. അപ്പൊ രാജേട്ടൻ വന്നിട്ട് പറയണം, ദേ നിന്റെ ഇളയ ചേട്ടനായി ഇപ്പൊ വിളിച്ചത് വിനായകൻ. ആ പെണ്ണ് പറഞ്ഞു വിട്ടിട്ടും പോവാതെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണെന്നാ പറഞ്ഞത്. അതിന് മേണ്ടല്ല രാജേട്ടാ. വേദാന്നല്ല, വേതാളം എന്ന് പറയുന്ന വേതാളം എന്ന് തന്നെ എന്താ പറയാ, വിടാതെ തൂങ്ങി പിടിച്ച് കിടക്കുന്നു. വിക്രവും വേതാളവും വേദയും കൊള്ളാം നല്ല ചേർച്ചയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അനിയൻകുട്ട, എന്നെ വെറുതെ ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടോ, ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞു ജോസ് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നല്ല അസലടി, നല്ല തിരിഞ്ഞു നോക്കാതെ ഓട്ടും വരെ അടിക്കുക. വേടാ, ഇതാ പറഞ്ഞേക്കാം, വെറുതെ ശ്രീപീഡനത്തിന് അകത്താക്കാനായിട്ടാണോ നീ ഉദ്ദേശിക്കുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ നീ ജയിലിലേക്ക് ആക്കാനായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യണമെന്ന് ജോസേട്ടൻ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ പറയണ, അതെ, അല്ലാതെ പിന്നെ ഇനിയിപ്പൊ എന്താ, കഴുത്തിൽ തൂങ്ങി പിടിച്ച് കിടക്കുവല്ലേ, എന്ത് ചെയ്യാനാ? പിന്നെ താലി കെട്ടിയാ പിന്നെ അവള് ഭാര്യ തന്നെയല്ലേ എന്ന് അനിയൻകുട്ടൻ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് നമ്മുടെ രാധയുടെ വരവ്. രാധ അനിയൻകുട്ടന്റെ തലക്കെട്ട് അടിയൊക്കെ കൊടുത്തിട്ടാ വരുന്നത്. ഇത് കേട്ടോണ്ടാണ് ആള് കയറി വരുന്നത്. സഹിക്കുവോ വിക്രത്തിന്റെ ഭാര്യയായിട്ടിരുന്നോട്ടെ എന്ന് പറയുന്നത്? അപ്പൊ പാവം, അവൾ ഇവന്റെ ഭാര്യയാണെങ്കിൽ പിന്നെ ഞാൻ ആരടോ എന്ന് ചോദിച്ചു. ഓഹോ, ആകെപ്പെട്ടു. അപ്പൊ ദേ വിക്രം അവിടെ ഇരിപ്പുണ്ട്. വിക്രത്തിന്റെ അടുത്തേക്ക് വന്നു. ഇവന്റെ ഭാര്യയാകാൻ പോകുന്നതേ ഞാനാ, അവളല്ല, മനസ്സിലായോ? അപ്പൊ ചൂടായിട്ടാണ് രാധയുടെ വരവ്. അപ്പൊ ദേഷ്യത്തില്, നിന്നോടാ എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയുള്ള കാലം മുതല് ഞാൻ നിന്നെ കണ്ടത് എന്റെ ഭർത്താവിന്റെ സ്ഥാനത്താ. നീ ചീത്ത പറഞ്ഞാലും തല്ലിയാലും കളിയാക്കിയാലും ഒക്കെ അതെന്റെ അവകാശമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വിക്രം. എന്നോട് ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി വിക്രം എന്ന് പറഞ്ഞു. ഹോ, നിനക്ക് ഞാൻ പറയുന്നത് സഹിക്കുന്നില്ലായിരിക്കും അല്ലേ? അവള് വീട്ടിൽ വന്നാ കയറിയപ്പോ നിനക്കെന്നെ വേണ്ടാതായി, അതല്ലേ സത്യം? പറ വിക്രം, പറയാനല്ലേ പറഞ്ഞത്? പോലീസുകാർ തല്ലി തല്ലി മേലാകെ ചതഞ്ഞിരിക്കാ, ഒന്ന് വിടിരാതെ. പറഞ്ഞത് നീ കേട്ടതല്ലേ? പിന്നെ ഞാൻ ഒരു വാശിക്ക് അങ്ങ് ചെയ്തു പോയതാ. ഞാൻ തീർക്കാൻ എന്താ പറയാ ഇടപെട്ട ഒരു പ്രശ്നത്തില് അവള് കയറി ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ അങ്ങ് പറ്റിപ്പോയി, അത്ര തന്നെ. അല്ലാണ്ട് നീ കരുതുന്നത് പോലെയല്ല. അതിന്റെ അർത്ഥം അവളെ ഭാര്യയാക്കി എന്നല്ല, അവളെ എന്നല്ല, ആരെയും ഞാൻ എന്റെ ജീവിതത്തിൽ ആ സ്ഥാനത്തിലേക്ക് ഇരുത്താൻ പോകുന്നില്ല. അതിന് എത്ര തവണ നിന്നോട് പറഞ്ഞു? നിനക്കെന്താ മനസ്സിലാക്കിയില്ലേ? ഞാൻ മനസ്സിലാക്കിയതുപോലെ നിന്നെ ആരാടാ മനസ്സിലാക്കിയത്? പെട്ടെന്ന് ഇത് കേട്ടപ്പോ ഒരു പേടി തോന്നി, അതുകൊണ്ടാ. പിന്നെ നിന്റെ ജീവിതത്തിലെ സ്ഥാനം അത് നീ എത്ര തരില്ല എന്ന് തീരുമാനിച്ചാലും അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. ദേ എന്ന് പറഞ്ഞോട്ടോ. അയ്യോ, അത് വേണ്ട, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് തള്ളുകയാണ്. റിലാക്സ്, ഞാൻ പൊക്കോളാം വിക്രം, എന്റെ പൊന്നോ, എന്റെ ചാവി ഇങ്ങിതാ എന്ന് പറഞ്ഞു. താങ്ക്സ്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ പോണത്. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാ, ദോർമ്മ വേണം. രാജേട്ടോ എന്ന് വിളിച്ചു. എന്റെ അമ്മോ, ഇനിയിപ്പൊ ഞാൻ വിളിച്ചു കാറണ്ട, ഞാൻ പൊക്കോളാം. അപ്പൊ രാജേട്ടനെ കലിപ്പിച്ച് വിളിച്ചപ്പോ തന്നെ രാധ ഇറങ്ങിപ്പോയി. എന്തൊരു കഷ്ടം ഇത്.
വീട്ടിൽ പോയ അവള് പുറത്തു വന്ന സൗര്യക്കേടായിട്ട് ദൈവള് ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൊറുതിയില്ല. അപ്പോഴാ നീ രണ്ടെണ്ണത്തിനെ മേയ്ക്കുന്നത്. നിന്നെ സമ്മതിക്കണം കേട്ടോ. അനിയൻകുട്ടാ, സാറിന്റെ ചൂട് മാറ്റാൻ ഒരു ചായ അങ്ങ് കൊടുത്തേടാ എന്ന് രാജാട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ അനിയൻകുട്ടൻ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് കമലയാട്ടോ. അവിടുന്ന് കമല ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ആ കുട്ടിയെ നോക്കുന്നുണ്ട്, വേദനെ. അപ്പൊ നോക്കുമ്പോഴും ആൾ അനങ്ങിയിട്ട് പോലുമില്ല, അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഒരു മരം എന്താ പറയാ നട്ടു വെച്ചിട്ട് നിൽക്കുന്ന എങ്ങനെയാണോ അതുപോലെ കുറ്റി നിൽക്കുന്ന പോലെ ഇങ്ങനെ അനങ്ങാതെ നിപ്പാണ് വേദ. അപ്പൊ എന്താ പറയാ മാഷ് അങ്ങോട്ട് വന്നിട്ട് ആ പെൺകുട്ടി ഇതുവരെയും പോയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ആ നിൽപ്പ് കണ്ടാൽ അറിയാം അത് അവള് പോകാൻ വന്നവളൊന്നും അല്ല മാഷേ എന്ന് പറഞ്ഞു. രാവിലെ മുതൽ ആ പൊരി വെയിലത്ത് ആ കുട്ടി നിൽക്കണത്, ഞാൻ ഇത്തിരി വെള്ളം കൊടുക്കട്ടെ മാഷേ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ വീട്ടുവാതുക്കൽ അവള് തളർന്നു വീണാൽ അതിന്റെ കാരണം നിന്റെ മകനാ, നമ്മളല്ല. പക്ഷെ പാപമാണ് മാഷേ, അതുകൊണ്ടാ. പക്ഷെ നമ്മളല്ല അനുഭവിക്കേണ്ടത്, അവൻ ചെയ്ത പാപം. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, അതിന്റെ ഫലം അവൻ തന്നെ അനുഭവിച്ചോളും കമലെ. പക്ഷെ അനുഭവിക്കുന്നത് ആ കുട്ടിയല്ലേ മാഷേ, അതുകൊണ്ടാ. നാട്ടുകാരെങ്കിലും നമ്മൾ പേടിക്കണ്ടേ, അവരെന്ത് പറയും മാഷേ. ഇത്രയും കാലം നിന്റെ മകനെ പറ്റി നാട്ടുകാർ പറഞ്ഞത് നല്ലതായിരുന്നോ? അല്ലല്ലോ. ആ എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് അവന്റെ ആ കൂലിത്തല്ലും ഗുണ്ടാപ്പണിയും അല്ലാതെ പിന്നെ അവൻ എന്താടിയുള്ളത്? അവനോട് അങ്ങനെ ജീവിക്കരുതെന്ന് ഞാൻ എത്ര തവണ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷെ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടയില്ലേ അവൻ, അവരെ വിട്ടുവരാൻ പറ്റില്ല. അവന് ഇതുപോലൊരു തെമ്മാടിയെ വിട്ട് കളയാനായിട്ട് ഞാൻ ഇവളോട് പറഞ്ഞപ്പം ഇവക്കും പറ്റില്ല. ഇവർക്കിടയിൽ കിടന്ന് നമ്മൾ എന്തിനാ ശ്വാസം മുട്ടുന്നത്? ഞാൻ ഒരിക്കൽ കൂടി സംസാരിച്ച് നല്ല ബുദ്ധി ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ മാഷിന്? പറഞ്ഞാ കേൾക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ വന്ന് മുറ്റത്ത് നിൽക്കില്ലായിരുന്നോ? നിങ്ങളോട് പറയുമെന്ന് എന്നെ വേണം. നിങ്ങൾ വലിയ ഹെഡ് മാഷല്ലേ, തല്ലിപ്പഴിപ്പിക്കാനല്ലേ അറിയൂ. കമല, മാഷന്മാരെ കുട്ടികളെ തല്ലുന്നത് തെറ്റ് തിരുത്തി നന്നാവാനാ, അല്ലാതെ അവര് തല്ല് വാങ്ങുന്നത് കണ്ട് വെറുതെ സന്തോഷിക്കാനല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. എത്ര തല്ലിയാലും നേരാവാത്ത ചിലരുണ്ട്, അതിലൊരാളാണ് നിന്റെ മകൻ. അങ്ങനെ ഒരുത്തന്റെ പേരില് ഇവിടെ വന്ന് നിൽക്കുന്ന ആ കുട്ടി, അതിനേക്കാൾ വലിയൊരു തെറ്റിലേക്ക് ആ കുട്ടി ചെന്ന് ചാടുന്നത്. പാവം തോന്നി ഇപ്പൊ നമ്മളെ സ്വീകരിച്ച ആ കുട്ടിയുടെ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതും. അവളുടെ ജീവിതം നന്നാക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ മനസ്സ് കല്ലാക്കി മിണ്ടാതെ ഈ പെരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു മാഷ. അവൾ തനിയെ തിരിച്ചു പൊയ്ക്കോളും, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ അങ്ങ് പോയി. അപ്പൊ ഈ സമയത്ത് ശ്രീകാന്തും അതുപോലെ തന്നെ അമ്മയും വർഷയും കൂടി വേണ്ട ഇവിടെ കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേനുമാണ് ഇവര് വന്നിറങ്ങുന്നത്. അപ്പൊ വേദ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. മോളെ വേദ എന്ന് പറഞ്ഞ അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അമ്മയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആൾക്ക് തോന്നി. പക്ഷേ എങ്കിൽ ആളുടെ മനംമാറ്റം അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു കേട്ടോ. അത് എന്തിനാ മോളെ ഇതൊക്കെ? ആരെ തോൽപ്പിക്കാനായിട്ടായത്? ഇതാണോ അവന്റെ വീട് എന്ന് ചോദിച്ചു വർഷ. അതെ, ഇതാണ് എന്റെ വീട് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ നമ്മുടെ അമ്മയും ഇറങ്ങി വന്നു വേഗം തന്നെ കേട്ടോ. അപ്പൊ അമ്മ മാത്രമേ ഇറങ്ങിയുള്ളൂ, അച്ഛൻ ഇറങ്ങി വന്നില്ല. എന്തിനാ വെറുതെ എന്നുള്ള മട്ടിലാണ് മാഷ്. അപ്പൊ കമല ഇറങ്ങി വന്നപ്പോഴത്തേനും പിന്നെ ചേട്ടനും ഒക്കെ വന്നു. ഇതാ ഇവിടുത്തെ അമ്മ. ആ നമസ്കാരം എന്ന് പറഞ്ഞു. വരൂ അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ അത്ര സൂചിച്ചിട്ടൊന്നുമില്ല, ഒരു മട്ടില്ല. വർഷയ്ക്കാണെങ്കിൽ ഒട്ടുമില്ല. ഓഹോ, അപ്പൊ ഇവരൊക്കെയാണ് കുപ്രസിദ്ധമായ ഗുണ്ടയുടെ വീട്ടുകാര് അല്ലേ? ശരിയാ, കൊള്ളാം എന്ന് പറഞ്ഞു. ശ്രീകാന്തിന്റെ ഒരു പുച്ഛം. ഇത് ഗുണ്ടയുടെ വീടല്ല ശ്രീയേട്ടാ, എന്താ പറയുക, കാലങ്ങളോളം ഒരുപാട് പേരെ അക്ഷരങ്ങൾ പഠിപ്പിച്ച ഒരു അധ്യാപകന്റെ വീടാ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പുറകിൽ നിൽക്കാനാ ഇത് ഇവിടുത്തെ മൂത്ത ഏട്ടൻ എന്ന് പറഞ്ഞു. അത് ഇളയ ഏട്ടത്തി, അത് ഏട്ടൻ, അത് മൂത്ത ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു. അന്ന് കയറിയപ്പോഴേക്കും ബന്ധങ്ങളൊക്കെ നീ ഉറപ്പിച്ചു കഴിഞ്ഞോ? അതോ എല്ലാവരെയും നീ തടഞ്ഞു വെച്ചിട്ടാണോ അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പൊ ഇവരൊക്കെ ഒരു സംശയം, ഇതെന്താ, അല്ല നിന്നെ എന്തിനാ ഇങ്ങനെ പുറത്ത് നിർത്തിയേക്കുന്നേ എന്നൊരു സംശയം വേഗം വന്നു വർഷയ്ക്ക്. വർഷ ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ മിണ്ടാൻ വാക്കുകളില്ലല്ലോ, എന്തു പറയും, മറുപടി ഒന്നും ഇല്ലല്ലോ. അപ്പൊ നോക്ക്, നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. നിങ്ങളും ഒരമ്മയാണല്ലോ. എന്റെ നെഞ്ചാളുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പറയാ, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നിരുന്നെങ്കിൽ ഇന്നിവളുടെ വിവാഹ നിശ്ചയം നടക്കേണ്ടതായിരുന്നു. പക്ഷെ അത് എന്താ പറയാ, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വേദയുടെ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ. അത് മുഴുവൻ നശിപ്പിച്ചത് നിങ്ങളുടെ മകൻ മാത്രാണ്. അവളുടെ നല്ല ഭാവിയാ അവൻ ചുട്ടരിച്ചത്. ദേ ഈ കരച്ചിലുണ്ടല്ലോ, ഇതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞ് വർഷ അങ്ങോട്ടേക്ക് വന്നു.
അപ്പൊ വേഗം തന്നെ ഇവരെല്ലാവരും ഇതിങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. ഇത് വെറുതെ എങ്ങനെ അവസാനിക്കാൻ പോണില്ല, ആരും വെറുതെ വിടാനും പോകുന്നില്ല. അത് ശരി, ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ മകൾക്ക് നല്ല ബുദ്ധി ഉപദേശിക്കുന്നതിന് പകരം വീട്ടുമുറ്റത്ത് വന്ന് ഞങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ വെല്ലുവിളിക്കുകയും ശപിക്കുകയും ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അതെ, ഒരു വാശിക്ക് ഞങ്ങളുടെ അനിയൻ താലി കിട്ടി എന്നുള്ളത് ശരിയാ എന്ന് കരുതി മരുമകളായി ഇരുന്നേ തീരൂന്ന് ഞങ്ങളെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഈ കുട്ടിയോട് നിങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, മുറ്റത്ത് കഴുത്തിന് പിടിച്ച് തള്ളാത്തത് ഞങ്ങളുടെ മാന്യത. അപ്പൊ വേഗം തന്നെ ശ്രീധരം കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിയ മാന്യതയൊന്നും നിങ്ങൾ പറയരുത്. ഇതിന്റെ പിന്നില് അവന്റെ മാത്രമല്ല കുടുംബത്തിന്റെ മൊത്തം ബുദ്ധിയാണെന്ന് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല. എന്താ താൻ പറഞ്ഞത്? ബുദ്ധിയോ? കുടുംബത്തിന്റെ ശരിക്കും ബുദ്ധിയോ എന്ന് ചോദിച്ചു. അപ്പൊ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടിയെ എങ്ങനെങ്കിലും സ്വന്തമാക്കിയ ആ വഴിക്ക് കിട്ടാവുന്നത് മുഴുവൻ അടിച്ചെടുക്കാവല്ലോ അല്ലേ? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായും. മര്യാദയുടെ ഭാഷയാ പറഞ്ഞത്. നിങ്ങളുടെ അനിയന് പണമാ വേണ്ടതെങ്കിൽ അത് പറയണം. എത്രയാന്ന് വെച്ചാ ഞങ്ങളങ്ങ് തന്നേക്കാം. ഏട്ടത്തി എന്ന് വിളിച്ചു വേദ. ആർക്ക് വേണം നിങ്ങളുടെ പണം എന്ന് ചോദിച്ചു. കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിലേ ഉപവാസമായിട്ട് കഴുതും എന്നല്ലാതെ വേറൊരു വീട്ടിൽ പോയി ഞങ്ങളെ എരന്ന് തിന്നാറില്ല. അത് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു. മതി, നിർത്ത് എന്ന് പറഞ്ഞ് മാഷ നിലയ്ക്ക് ഇറങ്ങി വന്നു. അപ്പൊ ഇറങ്ങി വന്നിട്ട് വേഗം ഇങ്ങനെ നോക്കി കേട്ടോ. മാഷ അത്ര നേരം പിടിച്ചു നിന്നെങ്കിലും ആൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെല്ലാവരും ഉമ്മറത്തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. നോക്ക്, ഞാനൊരു റിട്ടയർഡ് സ്കൂൾ മാഷാണ്. അതുകൊണ്ട് പറയാ, കുറെ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പലരും ഇന്ന് വലിയ നിലയിലുമാണ്. അവരുടെ പല എന്താ പറയാ ഫംഗ്ഷനും എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കാറ്. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിമുട്ടും വിഷമവും ഒന്നും ഞാൻ ആരോടും പറയാറില്ല. അതുകൊണ്ട് പറയാ, നിങ്ങളുടെ മോളെ വിളിച്ചോണ്ട് പോ. കിട്ടുന്ന പെൻഷൻ കൊണ്ടും ഉള്ള കുറച്ച് മണ്ണ് കൊണ്ടും ജീവിച്ചു പോകുന്ന ആൾക്കാരാ ഞങ്ങള്. നിങ്ങളെപ്പോലുള്ള വലിയ മനുഷ്യരുടെ ജീവിതമൊന്നും ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഞങ്ങള്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ജീവിതത്തിൽ ആകെ ഒരേ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞ ആ കുപ്രസിദ്ധ ഗുണ്ടയ്ക്ക് ജന്മം കൊടുത്തു എന്നുള്ളതാ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു. അവന്റെ തെറ്റിന് ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക? അവനെ ശിക്ഷിക്കുവോ ജയിലിലടയ്ക്കോ എന്ത് വേണേ നിങ്ങളെ ചെയ്തോ? നിങ്ങളുടെ മകളെ ഞങ്ങൾ ആരും പിടിച്ചു നിർത്തിയിട്ടില്ല. ആ കുട്ടിയുടെ ജീവിതം ഇവിടെ തൊലയ്ക്കേണ്ടതും അല്ല. നിങ്ങൾ അവളെ വിളിച്ചോണ്ട് പൊക്കോളൂ, ഞങ്ങളെ ഉപദ്രവിക്കാതെ ഞങ്ങളെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞു മാഷ്. ഓ, അവർക്ക് പറയാനുള്ളത് കേട്ടില്ലേ നീ? ഇനിയും നീ എന്തിനാ നിൽക്കുന്നത്? വീട്ടിലേക്ക് നടക്ക് എന്ന് പറഞ്ഞു ശ്രീകാന്ത്. അപ്പൊ വേദ പിന്നെയും വാശി പിടിച്ച് അവിടെ നിൽക്കാണ് കേട്ടോ. മോളെ പറയുന്ന മനസ്സിലാക്ക, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചോ. ഈ താലി ഒരു കളയാൻ കഴിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കഴിയാം എന്ന് അമ്മ ഇങ്ങനെ പറയാണ് കേട്ടോ. വേണ്ടാത്തവരെയും ഇഷ്ടമില്ലാത്തവരുടെയും മുന്നിൽ എന്തിനാ ഗതികെട്ട് നിൽക്കുന്നത് വേദ എന്ന് പറഞ്ഞു. വേദ, ശ്രീയേട്ടൻ അമ്മയും വിളിച്ചോട്ട് പോയിക്കോളൂ, ഞാൻ വരുന്നില്ല എന്നായിരുന്നു വേദയുടെ മറുപടി. ഇത് കേട്ട് ഇവര് പിന്നെ സ്റ്റക്കായി പോയി കേട്ടോ. ഇതെന്താ ഇവള് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നായിരുന്നു ഇവർക്ക് അതിശയം. അപ്പൊ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ എന്റെ ഈ വിവാഹം ഈശ്വര നിശ്ചയമാണ്, അതുകൊണ്ട് ഞാൻ ജീവിക്കേണ്ടത് ഈ വീട്ടിൽ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലാതിന്. പിന്നെ അപ്പൊ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പം ആകെ സങ്കടമായി. ഇത്രയും കാലം നിങ്ങൾ തന്ന സ്നേഹം മറന്നുകൊണ്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. തീരാത്ത കടപ്പാടുകൾ മുഴുവൻ നിങ്ങളോട് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഈ ജീവിതം എന്റെ ഇഷ്ടത്തിന് മാത്രം ഞാൻ തിരഞ്ഞെടുത്തതാ. എത്ര കഷ്ടമാണെങ്കിലും അത് ഞാൻ തന്നെ അനുഭവിച്ചോളാം, പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ഇവളോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടും കാല് പിടിച്ചിട്ട് കാര്യമില്ല. കണ്ടില്ലേ ഇപ്പോഴും പറയുന്നത് ഇവള്. നീ ഇപ്പൊ ഞങ്ങളോട് ചെയ്യുന്ന എന്താണെന്നറിയോ വേദ? ഞങ്ങളുടെ വീടിന്റെയും വീട്ടുകാരുടെയും അഭിമാനത്തെയാ നീ എല്ലാവരുടെയും മുൻപിലിട്ട് ചവിട്ടി അരയ്ക്കുന്നത്, മനസ്സിലായോ? ഇനി നിന്റെ മുന്നിൽ നിൽക്കാൻ ഞങ്ങളില്ല. വാ അമ്മേ എന്ന് പറഞ്ഞു. ശ്രീകാന്തെ പ്ലീസ് ഡാ, അമ്മയോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്താ പറയാ അമ്മയും വലിച്ചുകൊണ്ട് ശ്രീകാന്ത് അങ്ങ് പോവാണ്. പക്ഷെ വേദയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. വേദ ഒരു കുലുക്കവും ഇല്ലാതെ ആള് സ്റ്റക്കായി തന്നെ നിൽക്കാണ്. എന്താ പറഞ്ഞത്? കുട്ടിയുടെ കഴുത്തിൽ കെട്ടിയ താലി ഈശ്വര സന്നിധിയിൽ വെച്ച് കെട്ടിയതാണ് എന്നല്ലേ പറഞ്ഞല്ലേ കുട്ടി ഇത് അഴിക്കാൻ മടിക്കുന്നത്. പക്ഷേ എങ്കില് എന്താ പറയാ, ദൈവത്തെക്കാൾ പേടിക്കേണ്ടത് ദൈവ ഭയമില്ലാത്തവനെയാണ്. അങ്ങനെ ഒരുത്തൻ കെട്ടിയ താലി ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു മോളെ, അതുകൊണ്ട് നിന്നോട് എനിക്ക് അയ്യോ പാവം തോന്നേണ്ട കാര്യമില്ല. ഈ വീട്ടിലേക്ക് വന്ന കേറിയവളാണെന്നുള്ള പരിഗണനയും ആവശ്യമില്ല. ഇനി എന്തൊക്കെ നമ്മൾ അനുഭവിക്കാൻ കിടക്കുന്നു എന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ മാഷ്. കമലേ കേറാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് ചൂടാകുകയാണ് കേട്ടോ. അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേങ്കില് എന്താ
എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല കമലയ്ക്ക് ശരിക്കും ആ കുട്ടിയോടൊരു സഹതാപം ഉണ്ട് കേട്ടോ. അതെ, തിരിഞ്ഞു നിൽക്കാതെ വാ, ഇങ്ങോട്ട് അച്ഛൻ കാണണ്ട എന്ന് പറഞ്ഞ് ചേച്ചിമാർ രണ്ടുപേരും അകത്തേക്ക് പോയി. അമ്മേ വേണ്ട വാ എന്ന് പറഞ്ഞ് മക്കളെ വിളിച്ചുകൊണ്ട് കമലയും കൂട്ടി അകത്തേക്ക് പോയി. കമല മനസ്സോടെ ആണെങ്കിലും വാതിലടയ്ക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് രാത്രിയായി. അപ്പൊ പേരൊരു മഴയാണ്. വിക്രം വേണ്ട ആ വർക്ക്ഷോപ്പിൽ കിടന്ന് ഉറങ്ങി. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അനിയൻകൂട്ടനും പിന്നെ നമ്മുടെ ജോസേട്ടനും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പൊ വേഗം തന്നെ ചാടി ആൾ എഴുന്നേക്കാണ് കേട്ടോ ഉറക്കത്തിൽ നിന്ന്. അയ്യോ, ഇത് എന്തൊരു ഇടിയാ! എന്തിനാ എഴുന്നേറ്റത്? കുറച്ചു നേരം ഇവിടെ കിടന്ന് ഉറങ്ങായില്ലേ? മഴ കൂടുതൽ വീട്ടിലെത്തട്ടെ. കൂടാൻ എന്താ നല്ല മഴയാ, സാരമില്ല, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. മാത്രമല്ല എനിക്ക് നന്നായി വിശക്കുന്നുമുണ്ട്. പിന്നെ നിന്റെ ഭാര്യയില്ലേ കാത്തിരിക്കാൻ, പിന്നെന്താ എന്നിങ്ങനെ ഇവരിങ്ങനെ കളിയാക്കി ചോദിക്കുവാണ്. വൈകുന്നേരം വരെ ആ കുട്ടിയെ അച്ഛനകത്ത് കയറ്റിയില്ല എന്നാ അറിഞ്ഞത്. ഇനിയിപ്പം മഴയും കൊണ്ട് നിൽക്കുന്നുണ്ടാവുമോ? ഈ ഇടിയിലും മഴയും എപ്പോഴേ ജില്ല വിട്ട് കാണും എന്ന് പറഞ്ഞോണ്ട് വിക്രം. അഥവാ പോയിട്ടില്ലെങ്കിൽ മഴയൊക്കെ അല്ലേ, നിന്റെ ഭാഗ്യാന്ന് നീ അങ്ങ് കരുതിക്കോടാ, പോടാ അവിടുന്ന് എന്ന് പറഞ്ഞു. അവന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ വിക്രം ചൂടായിട്ട് പോവാണ് കേട്ടോ. രാജേട്ടാ ഞാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം നേരെ മഴയത്തെ വണ്ടി ഓടിച്ച് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം വേഗം തന്നെ ഈ പറഞ്ഞ എന്താ മഴയൊക്കെ കൊണ്ടിങ്ങനെ നനഞ്ഞു കുതിർന്നു നിന്നു. അപ്പൊ 2 കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നു. ആള് വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് കമല ഇങ്ങനെ വന്ന് വാതിൽ അടയ്ക്കാനായിട്ട് നോക്കുമ്പോഴും ഈ കുട്ടി മഴയും കൊണ്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് ആൾക്ക് ഭയങ്കര സങ്കടമായി. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി വിക്രം വരുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.